നല്ല സമയത്തിനായി സ്തോത്രം. परमेश्वर भला है और उसकी करुणा सदा की है। ദൈവം നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. आमीन। हमारे प्रार्थना विषयों का उत्तर इन दिनों में हम देख नहीं पाए और परमेश्वर के अनुग्रह हम निरंतर हम अनुभव करने पाए। പ്രാർത്ഥനയുടെ മറുപടികളെല്ലാം ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. आमीन। एक दो वचन के भाग से हम आज मिलकर मनन करेंगे। ചില വചനഭാഗങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് ചിന്തിക്കാം. शुरुआत में एक अलग भाग आमीन हम मनन करेंगे और उसके बीच में दूसरे एक वचन के और भी आपको लेकर जाना चाहूंगा। ആദ്യമേ ഒരു വചനഭാഗത്തു നിന്ന് ചിന്തിച്ചതിന് ശേഷം പിന്നീട് മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. हमारी प्रार्थनाएं क्यों आमीन काफी बार उसका उत्तर मिलने के लिए इंतजार करना पड़ता है। നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കാത്തിരിക്കേണ്ടതായി വരുന്നത് എന്തുകൊണ്ടാണ്? आमीन। काफी बार हम वेट करते हैं और बाद में हम थक जाते हैं। ചില പ്രാർത്ഥനയുടെ മറുപടി നമ്മൾ കാത്തിരുന്ന് നാം ആമേൻ ക്ഷീണിച്ചു പോകും. लेकिन हमारे प्रार्थनाएं कभी भी परमेश्वर डिनाई नहीं करता है, नहीं देंगे करके नहीं बोलता, बल्कि काफी बार हम वेट करना पड़ता है। എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം നൽകിയില്ല എന്നല്ല, ആമേൻ കാത്തിരിക്കാനാണ് ദൈവം പറയുന്നത്. परमेश्वर अपने कार्यों को करने के लिए परमेश्वर का एक उत्तम समय है। ദൈവത്തിന് അവന്റെ പ്രവൃത്തിക്ക് ഒരു തക്ക സമയമുണ്ട്. और जब परमेश्वर अपने समय पर करता है वो हमारी जिंदगी को बदल देता है। ആ തക്ക സമയത്ത് ദൈവം ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റും. आमीन। प्रेज़ द लॉर्ड। अनेक लोगों के बारे में परमेश्वर के वचन से हम देख पाते हैं। ദൈവവചനത്തിൽ അനേക ആളുകളെ കുറിച്ച് നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. परमेश्वर के लिए इंतजार किया हुआ लोग परमेश्वर के द्वारा आशीषित हुआ परमेश्वर के वचन में हम देखते हैं। ദൈവത്തിനായി കാത്തിരുന്ന, ദൈവത്തിന്റെ മറുപടിക്കായി കാത്തിരുന്നവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി നമ്മൾ കാണുന്നുണ്ട്. एक बार उत्तर भारत में एक परमेश्वर के दास एक सेमिनार में प्रचार करने के लिए आया। ഒരു ഉത്തര ഭാരതത്തിൽ ഒരു കർത്താവിന്റെ ദാസൻ ഒരു ശുശ്രൂഷയ്ക്കായി ഒരു ഇടത്തു പോയി. I mean, वे एक हिंदू बैकग्राउंड से विश्वास में अकेला वे आए थे। താൻ ഒറ്റയ്ക്ക് ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയാണ്. और जब वे प्रचार करते थे परमेश्वर की वचन बार वचनों को वो कहते रहते थे। താൻ തന്റെ പ്രസംഗത്തിൽ വചനങ്ങൾ വളരെയധികം ഉരുവിട്ട് താൻ പറയുമായിരുന്നു. एक सेमिनार में करीबन 250 वर्सेस वचने वे प्रचार के बीच में ऐसा कहते जा रहा था। ഒരു മീറ്റിംഗിൽ ഒരു പ്രസംഗത്തിനകത്ത് തന്നെ ഏകദേശം 250ഓളം വാക്യങ്ങൾ താൻ ഉച്ചരിക്കുമായിരുന്നു. एक सेमिनार में सेमिनारिल हालेलुया। सुबह का सेशन है, दोपहर का सेशन है, शाम का सेशन है। बहुत से वचनों को ऐसे बोलते हुए जा रहे थे। രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെയായി നടക്കുന്ന ആ ഒരു ദിവസത്തെ സെമിനാറിൽ താൻ ഇത്രയും വാക്യങ്ങൾ താൻ മനഃപാഠമായി ഉരുവിട്ടു. और बोलते एक भी शब्द या एक भी आयत कहीं पर भी मिस्टेक नहीं हुआ। താൻ പറയുമ്പോൾ ഒരു വാക്യത്തിന്റെയും ഒരു വാക്കുകൾ പോലും തെറ്റുമായിരുന്നില്ല. और एक परमेश्वर की दास जाकर उनसे पूछा कि पास्टर आप इतना समय लेते हैं कि आप वचन को अध्ययन करने के लिए, वचन को सीखने के लिए आप बहुत टाइम लेते होंगे। തന്റെ അരികിൽ ചെന്ന ഒരു ദേവദാസൻ ചോദിച്ചു, കർത്തൃദാസനെ ഇത്രയും വചനങ്ങൾ മനഃപാഠമാക്കണമെങ്കിൽ ഒത്തിരി സമയമെടുത്ത് പഠിക്കുമായിരിക്കുമല്ലോ. आमीन। ये परमेश्वर के दास ने कहा कि मैं इस वचनों को पढ़ने के लिए मैं समय नहीं लेता, बल्कि मैं पढ़ते रहता हूँ। प्रेज़ द लॉर्ड। ये वचनों को कंटिन्यूसली मैं पढ़ते रहता हूँ और जब मैं प्रचार करने के लिए खड़े रहता हूँ पवित्र आत्मा ये वचनों को मेरे मन में याद दिलाता है। ഞാൻ ഇതിനെ മനഃപാഠമാക്കുവാനായി ഇരുന്ന് സമയം എടുക്കാറില്ല, എന്നാൽ നിരന്തരമായി വായിക്കുന്ന ദൈവവചനങ്ങളാണ്. ആമേൻ. പ്രസംഗത്തിനായി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ വായിച്ച വചനങ്ങളെ എനിക്ക് ഓർമ്മപ്പെടുത്തി തരും. तब वो परमेश्वर के दास को ये जो प्रचारक है उनका गवाही सुनने के लिए बहुत बड़ा आग्रह हो गया। ആ ചോദിച്ച ദേവദാസന് അപ്പോൾ തോന്നി, ഈ ദേവദാസന്റെ സാക്ഷ്യം ഒന്ന് കേൾക്കണമല്ലോ. हालेलुया। उन्होंने पूछा कि पास्टर हम आपका गवाही सुनना चाहते हैं। ഞങ്ങൾ താങ്കളുടെ സാക്ഷ്യം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു. ये परमेश्वर की दास ने कहा कि मैं एक हिंदू बैकग्राउंड से अकेला विश्वास में मैं आया। താൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നതാണ്. और हिंदू बैकग्राउंड का एक हाई क्लास सोसाइटी से एक अच्छा पदवी में वे नौकरी कर रहे थे। താൻ അതേ കൂട്ടത്തിൽ തന്നെ കൂടിയ വർഗത്തിലുള്ള വ്യക്തിയും നല്ലൊരു ജോലി ചെയ്യുന്ന വ്യക്തിയുമായിരുന്നു. एक हाई स्टैंडर्ड मेंटेन करने वाले बहुत एक
नाम कमाने वाला एक परिवार और एक अच्छा स्टेटस में नौकरी करने वाला एक व्यक्ति रहा था। നല്ലൊരു കുടുംബ പദവിയും കുടുംബത്തിന് നല്ലൊരു ശ്രേഷ്ഠതയും ഉള്ള നല്ലൊരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു താൻ. लेकिन जिस दिन मसीह यीशु के साथ मुलाकात हुआ, उस दिन यीशु को अपने उद्धारकर्ता के नाम उन्होंने स्वीकार किया। യേശുവിനെ അറിഞ്ഞ നാളിൽ താൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. यीशु को उद्धारकर्ता के नाम स्वीकार करके जैसे ही वो अपने घर पहुंचा, तब वे देखते हैं कि उस रात को अपना प्रिय पत्नी पागल हो जाती है। താൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് താൻ ഭവനത്തിൽ വന്നപ്പോൾ അന്ന് രാത്രിയാണ് താൻ അറിയുന്നത് ആ ദിവസം തന്നെ തന്റെ ഭാര്യ മാനസിക രോഗിയായി മാറി. उस रात को काफी नियंत्रण करने का कोशिश किया, लेकिन वो एक पागल के समान हो गया और फिर उन्हें कमरे के अंदर डालकर कमरे बंद करना पड़ गया. അന്ന് രാത്രി തന്നെ നിയന്ത്രിക്കുവാൻ കഴിയാതെ പിന്നെ മുറിക്കകത്ത് തന്നെ അടച്ചിടേണ്ടതായി വന്നു. और इन्होंने बाहर आकर परमेश्वर से जिस यीशु को उन्होंने अंगीकार किया था, उस यीशु के पास आकर वे प्रार्थना करना शुरू करते हैं. അതിനുശേഷം താൻ കടന്നു വന്ന് താൻ സ്വീകരിച്ച യേശുവിന്റെ മുമ്പാകെ താൻ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. उन्होंने कहा कि खुदा, मैं अकेला मसीह यीशु को जाना है, आपका बेटा मैं बन गया है, लेकिन प्रेज़ लॉर्ड मेरे परिवार यदि जानेंगे तो शायद मुझे घर से भी निकाल देगा, और यदि मेरा पत्नी पागल हो गया करके जानेंगे तो जरूर हमारे घर में बहुत समस्या हो जाएगा. താൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞാൻ നിന്നെ അറിഞ്ഞിട്ട് എന്റെ കുടുംബക്കാർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഇറക്കി വിടും, ഭവനത്തിൽ നിന്ന് അവരെന്നെ നിന്ദിക്കുവാനിടയായി തീരുമെന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. उस रात उन्होंने परमेश्वर की एक आवाज सुना. താൻ അന്ന് രാത്രി ഒരു ദൈവശബ്ദം കേട്ടു. और परमेश्वर उनसे कहा कि मैं शीघ्र तेरे पत्नी को मैं चंगाई देने वाला हूँ. ദൈവം പറഞ്ഞു, ഞാൻ പെട്ടെന്ന് തന്നെ നിന്റെ ഭാര്യയ്ക്ക് സൗഖ്യം നൽകും. हालेलुया. और प्रेज़ लॉर्ड शीघ्र चंगाई मिलेगा करके कहा, और ये परमेश्वर के दास वहीं पर बैठकर परमेश्वर से प्रार्थना कर रहा है. ദൈവം പറഞ്ഞു, പെട്ടെന്ന് ഞാൻ നിനക്ക് മറുപടി നൽകി തരാം, അവൾക്ക് സൗഖ്യം കൊടുക്കാം. താൻ ആ മുറിയിൽ താൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. बोलते बोलते गवाही बोलते बोलते परमेश्वर की दास के आंखें पानी से भर गया, आंसू से भर गया, और वो कहता है कि परमेश्वर ने मुझसे कहा कि शीघ्र मैं चंगाई देने वाला हूँ. താൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാനിടയായി തീർന്നു. താൻ പിന്നെയും പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ഞാൻ നിന്റെ ഭാര്യയ്ക്ക് സൗഖ്യം തരാമെന്ന്. और वो शीघ्र इतना शीघ्र था कि मैं 15 साल इंतजार करना पड़ गया. ആ പെട്ടെന്ന് എന്നുള്ളത് ഞാൻ ഇത്ര പെട്ടെന്നായിരുന്നു 15 വർഷം കാത്തിരിക്കേണ്ടതായി വന്നു. सोचकर देखिएगा, परमेश्वर से कहा कि मैं शीघ्र तेरे पत्नी को चंगाई दूंगा, लेकिन वो शीघ्र 15 साल उन्हें इंतजार करना पड़ा. ദൈവം തന്നോട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് അവൾക്ക് സൗഖ്യം നൽകി കൊടുക്കാം. പക്ഷെ ആ പെട്ടെന്ന് എന്നുള്ളതിന് 15 വർഷത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു. हालेलुया. परमेश्वर का शीघ्र हमें काफी बार समझ में नहीं आता है, लेकिन परमेश्वर ने यदि कहा है तो परमेश्वर जरूर हमें छुटकारा देने वाला परमेश्वर है. ദൈവം പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ദൈവത്തിന്റെ സമയം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലായിരുന്നാലും താമസിച്ചാലും ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. और ये परमेश्वर के दास ने कहा कि ये 15 साल परमेश्वर मुझे इक्विप कर रहा था परमेश्वर के वचन को सीखने के लिए. ഈ 15 വർഷം താൻ പറയുകയായിരുന്നു, ആ സമയമാണ് ദൈവം തന്നെ ഒരുക്കിയെടുത്തതും ദൈവവചനം താൻ പഠിക്കുവാനിടയായി. आज यदि मैं वचन प्रचार कर पा रहा हूँ, वचन का घोषणा कर पा रहा हूँ, वो 15 साल था. जो 15 साल परमेश्वर ने मुझे तैयार करने के लिए लिया था. ഇന്ന് ഞാൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നുവെങ്കിൽ അതിന് പുറകിൽ ആ 15 വർഷത്തെ ഒരു ഒരുക്കമാണ് അതിന് കാരണമായത്. शायद आप प्रार्थना करने वाले विषय के लिए आप 5 महीने या 6 महीने या 1 साल या कुछ सालों से आप इंतजार कर रहे होंगे, लेकिन परमेश्वर ने वायदा दिया है तो अपने वायदा को मेरा परमेश्वर पूरा करने वाला परमेश्वर है. നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിനായി ചില മാസങ്ങളായി, 5-6 മാസങ്ങളായി, വർഷങ്ങളായി, ചില നാളുകളായി നാം കാത്തിരിക്കുന്നുവെങ്കിൽ ഒരു ദൈവ പ്രവൃത്തിക്കായി ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. हालेलुया. लूका के सुसमाचार उसके 11वें अध्याय उसके 9वें आयत की ओर हमारे ध्यान हम लेकर आएंगे. लूका के सुसमाचार उसके 11वें अध्याय उसके 9वें आयत. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 11 വാക്യം. 11वें अध्याय का 9वें आयत. 11-ന്റെ 12-ാമത്തെ വാക്യം.
11:9. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. जो परमेश्वर से मांगेंगे परमेश्वर ने देगा. യാചിക്കുന്നവന് ദൈവം കൊടുക്കും, जो खटखटाएगा उनके लिए खुला जाएगा. മുട്ടുന്നവന് തുറക്കപ്പെടും, हमें जो ढूंढेंगे वो जरूर पाएंगे. അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. हमारा काम इतना ही है, परमेश्वर से मांगते रहना है. നമ്മുടെ കാര്യമെന്ന് പറയുന്നത് ദൈവത്തോട് യാചിക്കുക എന്നതാണ്. परमेश्वर की द्वार में जाकर खटखटाते रहना हमारा जिम्मेदारी है. ദൈവത്തിന്റെ വാതിലിൽ ചെന്ന് മുട്ടുന്നത് നമ്മുടെ കാര്യമാണ്. ढूंढना हमारा जिम्मेदारी है. അന്വേഷിക്കുന്നത് നമുക്ക് ഉത്തരവാദിത്തമാണ്. और देना परमेश्वर का कर्तव्य है. തരുന്നത് ദൈവത്തിന്റെ കാര്യമാണ്. हालेलुया. और यदि हम परमेश्वर के पास आकर हम मांगते हैं, परमेश्वर में खाली हाथ कभी नहीं छोड़ता है. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് യാചിക്കുന്നവനെ ദൈവം വെറുതെ വിടുകയില്ല. Keep on asking. मांगते ही रहे. परमेश्वर हमारे लिए देने वाला परमेश्वर है. യാചിച്ചുകൊണ്ടേയിരിക്കുക, ദൈവം നമ്മൾക്ക് നിശ്ചയമായും തരുന്ന ദൈവം. हालेलुया. खटखटाते ही रहे और परमेश्वर हमारे लिए जरूर उस द्वार को खोलने वाला है. മുട്ടിക്കൊണ്ടേയിരിക്കാം, ദൈവം നിശ്ചയമായും ആ വാതിൽ തുറക്കും. हालेलुया. हमारे अंदर वो आग्रह होना बहुत जरूरी है. ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. हालेलुया. प्रेज लॉर्ड. एक सच्चाई मैं कहना चाहूंगा कि हालेलुया, प्रेज लॉर्ड, मेरे अनुग्रह कभी भी मुझे परमेश्वर के करीब लेकर नहीं आया है. ഒരു കാര്യം വാസ്തവമാണ്, നമ്മുടെ അനുഗ്രഹങ്ങളല്ല നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചത്. आप सुन रहे हैं? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? आपको आवाज पहुंच रहा है? ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? हालेलुया. प्रेज लॉर्ड. मेरा अनुग्रह कभी भी मुझे परमेश्वर का करीब नहीं लाया है, എന്റെ അനുഗ്രഹങ്ങൾ എന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. बल्कि मेरा दर्द मुझे परमेश्वर के करीब लाया है. എന്നാൽ എന്റെ വേദനയാണ് എന്നെ ദൈവത്തോട് അധികമായി അടുപ്പിച്ചത്. मेरे आंसुए परमेश्वर के करीब मुझे लेकर आया എന്റെ है. കണ്ണുനീരിന്റെ അനുഭവങ്ങളാണ് ദൈവത്തോട് എന്നെ അടുപ്പിച്ചത്. काफी बार मैंने जो मांगा था मुझे तुरंत नहीं मिला, वही अनुभव मुझे मेरा परमेश्वर के करीब लाने का कारण हुआ है. ഞാൻ ചോദിച്ചത് എനിക്ക് പെട്ടെന്ന് ലഭിക്കാതിരുന്ന ചില അനുഭവങ്ങളാണ് എന്നെ ദൈവത്തോട് അധികം അടുപ്പിച്ചത്. हालेलुया. हमारे अंदर एक गलतफहमी है कि मैं यदि अनुग्रह पाऊंगा तो मैं परमेश्वर के करीब रहूंगा. നമ്മൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടാൽ ഞാൻ ദൈവത്തോട് ഒരുപാട് അടുക്കുമെന്ന്. नहीं, आप एक बार बैठकर लॉर्ड आपके परमेश्वर आपको चलाए हुआ रास्ताओं को एक बार आप मनन करके देखो, आपकी अनुग्रह कभी भी आपको परमेश्वर के करीब नहीं लेकर आया. നമ്മളൊന്ന് ശരിക്കിരുന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ കടന്നു വന്ന വഴികളെ ചിന്തിച്ചു നോക്കിയാൽ, ശരിക്കും നമ്മൾ അനുഗ്രഹങ്ങളല്ല, നമ്മുടെ ബുദ്ധിമുട്ടിന്റെ വഴികളാണ് നമ്മളെ അധികമായി ദൈവത്തോട് അടുപ്പിച്ചത്. आपका दर्द ही आपको परमेश्वर के करीब लेकर आ सकता है. നമ്മുടെ വേദനകൾ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാനിടയായി. और काफी बार हमारे प्रार्थनाएं जो हम प्रार्थना करते हैं, जिस बातों का हम जिद करते हैं, हालेलुया, बात में भी पता चलता है कि उसका तो हमें जरूरत भी नहीं था. നമ്മൾ വാശി പിടിക്കുന്ന ചില വിഷയങ്ങളുണ്ട് പ്രാർത്ഥനയില്. എന്നാൽ പിന്നീട് അല്പസമയം കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും, ആ നാം വാശി പിടിച്ച വിഷയത്തിന്റെ ആവശ്യമേ നമുക്കില്ലായിരുന്നു. छोटे बच्चों को यदि हम शॉपिंग के लिए लेकर जाएंगे, वो जिद करते कि मुझे ये चाहिए, मैं वो लेकर ही जाऊंगा बोलकर वहां पर काफी लड़ाई करने का कोशिश करते हैं. കുഞ്ഞുങ്ങളുമായി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയാൽ അവർ കാണുന്ന എന്തെങ്കിലും ഒരു സാധനം അവർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അത് വാങ്ങാതെ പോകത്തില്ല. हालेलुया. और यदि लेकर नहीं दिया तो वहां पर माहौल खराब कर देते हैं. അഥവാ ലഭിച്ചില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അവർ അതിനെ മുഴുവൻ സാഹചര്യങ്ങളെയും വഴക്കുണ്ടാക്കും. और सोचकर देखिएगा, यदि हमने खरीद कर दे दिया, घर आते ही वो भूल जाएगा किसके लिए वो रोया था और उसके ऊपर वो ध्यान भी नहीं देगा. എന്നാൽ ഇത് വാങ്ങിച്ചു കൊടുത്തു എന്നിരിക്കട്ടെ, വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ എന്തിനാ വഴക്കടിച്ചതെന്ന് മറന്നു പോകും, ആ സാധനവും ഉപേക്ഷിക്കും. पिछले दिन हमारे एक विश्वासी के घर में हम विजिटिंग के लिए गए थे, तो जैसे ही हम घर के डोर के पास आया, वहां का छोटा सा बेटा दौड़ कर आया, पास्टर कार बोल के लाके दिखा रहा है. കഴിഞ്ഞ ദിവസം ഒരു ഭവന സന്ദർശനത്തിന് പോയപ്പോൾ ആ ഭവനത്തിൽ ചെന്നപ്പോഴേ അവിടുത്തെ കുഞ്ഞു ഓടി വന്ന് അവന്റെ കാർ എടുത്ത് കാണിച്ചു, പാസ്റ്ററങ്ങളെ ഇതെന്റെ പുതിയ കാറാ. हालेलुया. उसके पास बहुत सारे कार है, लेकिन ये कार वो स्पेशली लाकर दिखा रहा है. അവന് ഒത്തിരി കാറുണ്ട്, പക്ഷെ ഇത് കൊണ്ടൊന്ന് പ്രത്യേകം കാണിക്കുകയാണ്. और उनके पेरेंट्स ने कहा कि पास्टर, अभी हम जब चलने के लिए गए थे तो दुकान में इस कार को इसने देखा, जिद किया, बोला कि मैं घर नहीं आऊंगा बोलकर जिद करने के कारण हमने खरीद के दिया. इसके लिए ये कार के बारे में वो थोड़ा एक्साइटेड है.
അവൻ ഇപ്പോൾ കടയിലേക്ക് പോയ സമയത്ത് അവിടെ കണ്ട കാറ് ഇതില്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചതിന് വാങ്ങിച്ചു കൊടുത്തത് അതിന്റെ ഒരു ഉത്സാഹമായി കാണിക്കുന്നു. लेकिन हम उधर जब बैठे थे थोड़ा समय के बाद में वो कार उसने वहां पर छोड़ दिया, उसका ध्यान बिल्कुल उस कार पर नहीं है. എന്നാൽ അല്പസമയം ഞങ്ങൾ അവിടെ ഇരുന്ന സമയം കൊണ്ട് തന്നെ അവൻ അതിന്റെ ശ്രദ്ധയെല്ലാം മാറിപ്പോയി. पेरेंट्स ने कहा कि पास अभी तो ये कार के सामने वो मुड़कर भी नहीं देखेगा क्योंकि उसका वो इंटरेस्ट खत्म हो गया है. ആ മാതാപിതാക്കൾ പറഞ്ഞു ഇനി അവൻ ആ കാർ എടുക്കത്തു പോലുമില്ല, അവന്റെ ആ താല്പര്യമെല്ലാം അതിൽ നഷ്ടപ്പെട്ടു. काफी बार हम भी ऐसे ही बातों के लिए जिद करते हैं, मुझे ये चाहिए चाहिए, मुझे ये मिलेगा तो ही मैं आगे बढ़ूंगा बोलकर हम काफी चीजों के लिए जिद करते हैं. ചില സാഹചര്യത്തിൽ നമ്മളും ഇങ്ങനെയാണ്. ദൈവത്തോട് ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് വാശി പിടിക്കും, ഇതെനിക്ക് വേണമെന്ന് ഇപ്പം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. लेकिन परमेश्वर में 6 महीने तक इंतजार करवाता है कुछ विषय के लिए. ചില സമയത്ത് ദൈവം ഒരു 6 മാസമൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കും. 6 महीने के बाद में हमें पता चलता है कि ये चीज तो हमें जरूरत भी नहीं था, बस हमने ऐसे ही मांग लिया था. എന്നാൽ 6 മാസം കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും, ആ ശരി, അതിന്റെ ആവശ്യമേ ഇല്ല, നമ്മൾ വെറുതെ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക. आपको कभी ऐसा अनुभव हुआ है? നിങ്ങൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ ആമേൻ അനുഭവിച്ചിട്ടുണ്ടോ? मैं मेरा अनुभव से ही प्रचार करता हूँ, आपके बारे में मुझे पता नहीं. हालेलुया, प्रेज द लॉर्ड. काफी बार ऐसा लगता है कि अरे मैंने उस टाइम वो गलत चीज के लिए प्रार्थना किया था, गलत जरूरी मैंने परमेश्वर के सामने रखा था. ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ തോന്നാറുണ്ട്. കുറെ കാലം കഴിയുമ്പോൾ, കുറെ സമയം കഴിയുമ്പോൾ, ഓ ഇതിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു, ആമേൻ, ദൈവത്തോട് ഞാൻ തെറ്റിപ്പോയല്ലോ, അത് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നെന്ന് തിരിച്ചറിവുണ്ടാവും. परमेश्वर में ऐसे बातों को पूरा करके देता है जिसमें परमेश्वर को महिमा मिलने पाए. ദൈവം നമുക്ക് ദൈവനാമം മഹത്വപ്പെടുന്ന സകല വിഷയങ്ങളെയും തക്ക സമയത്ത് ചെയ്തു തരും. हालेलुया. परमेश्वर चाहता है कि हम सारे बातों में परमेश्वर को धन्यवाद और महिमा हम देते रहें. ദൈവം ആഗ്രഹിക്കുന്നത് സകല വിഷയങ്ങളിലും കൂടെ ദൈവത്തിന്റെ നാമത്തിന് നമ്മൾ മഹത്വം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. भजन संहिता 25 के 15 हम जल्दी से देखेंगे. Psalms 25 verses 15 जल्दी से हम देखेंगे. സങ്കീർത്തനം 25-15. 25:15. എന്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. आमीन. मेरे नजर हर एक समय परमेश्वर की ओर है, और जब मेरा नजर परमेश्वर की ओर है, मेरे पैरों को वो उस जाल में से बचाने वाला परमेश्वर है. എന്റെ കണ്ണ് യഹോവയെങ്കിലേക്കാകുമ്പോൾ എന്റെ കാലുകളെ ദൈവം വലയിൽ നിന്ന് വിടുവിക്കും. सच में मेरा नजर नीचे की ओर होना चाहिए ताकि मेरा पैर उस जाल में ना फंसे. बल्कि यहाँ पर भजन संहिता लिखने वाला कहता है कि जब मेरा नजर परमेश्वर की ओर है, वो मेरे पैरों को उस जाल में से, उस ट्रैप में से वो मुझे बचा लेता है. വാസ്തവത്തിൽ പറഞ്ഞാൽ വലയിൽ കൊടുങ്ങാതിരിക്കണമെങ്കിൽ ഞാൻ താഴോട്ട് നോക്കി നടക്കണം. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ യഹോവയെങ്കിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തുമ്പോൾ എന്റെ കാൽ വലയിലാക്കപ്പെടാതെ രക്ഷിക്കുന്നു. हालेलुया. आपको कभी ऐसा अनुभव हुआ है? നിങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? हालेलुया. आपका नजर यदि नीचे है, संसार में है, आप काफी बार फंस जाते हैं. लेकिन यदि आपका नजर परमेश्वर की ओर है, आपको गिरने तक नहीं देता है. ഈ ലോകത്തിലേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വലയിൽ അകപ്പെട്ടവരെ പോലെ നമ്മൾ കുടുങ്ങിപ്പോകുമെന്നാൽ യഹോവയെങ്കിലേക്ക് നാം നോക്കിയാൽ അവൻ പല ആപത്തുകളിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടും. हालेलुया. हमारे नजर हर एक पल परमेश्वर की ओर होना बहुत जरूरी है. നമ്മുടെ ദൃഷ്ടി എപ്പോഴും യഹോവയെങ്കിലേക്ക് ആയിരിക്കട്ടെ. आमीन. यदि परमेश्वर ने हमारे प्रार्थनाओं का जवाब तुरंत नहीं दिया, कोई बात नहीं, हम इंतजार करने के लिए तैयार है. लेकिन यदि हम प्राप्त करें तो हम परमेश्वर से प्राप्त करना जरूरी है. നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയത്തിന് മറുപടി താമസിക്കുന്നുവെങ്കിൽ സാരമില്ല, കാത്തിരിക്കാം. ആമേൻ. എന്നാൽ മറുപടിയും അനുഗ്രഹവും ദൈവത്തിങ്കിൽ നിന്ന് മാത്രമായിരിക്കും. परमेश्वर से प्राप्त जब हम करते हैं, उसका महिमा परमेश्वर को मिलता है. നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന സകലത്തിനും ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകും. अब हमारे ध्यान परमेश्वर के वचन भजन संहिता 108 उसके पहले आयत की ओर हमारे ध्यान हम लेकर आएंगे. ഇനി മറ്റൊരു വചനഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 108 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം.
ദൈവമേ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, എന്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. हालेलुया। यहाँ पर भजन संगीता लिखने वाला दाऊद कहता है कि खुदा मेरा हृदय आई एम रिस्टोर्ड आपकी ओर मगन होता है और मैं मेरे हृदय से आपके लिए मैं गीत गाऊंगा। ദൈവമേ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, എന്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. ये ऐसा एक समय में ये भजन संगीता लिखता है जब पूरे इस्राएल के लोग एक युद्ध का सामना करना पड़ रहा है। ഈ സങ്കീർത്തനം രചിക്കപ്പെട്ട ചരിത്രത്തിൽ ഇസ്രായേൽ ഒരു യുദ്ധത്തിനായി ഒരുങ്ങുന്ന സമയമാണ്. सडनली अ वॉर occurred, हालेलुया। जल्दी से अचानक से एक युद्ध वहां पर उन्हें सामना करना पड़ रहा है। പെട്ടെന്ന് അവിടെ ഒരു യുദ്ധം പുറപ്പെട്ട അവർക്ക് ഒരു യുദ്ധം നേരിട്ടതായ ഒരു സമയം. ऐसे समय जब प्रेज लॉर्ड अपने बुद्धि से वे कभी भी उसके ऊपर जीत नहीं पाएंगे। അവരുടെ ബുദ്ധി കൊണ്ട് ഒരിക്കലും അവർക്ക് ചിന്തിച്ചിട്ട് ആ യുദ്ധത്തിന് യാതൊരു ജയത്തിന് സാധ്യതയില്ല. निराश होने के लिए बहुत से कारण उनके सामने हैं, അവർക്ക് നിരാശപ്പെടുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട്. लेकिन भजन संगीता लिखने वाला दाऊद कहता है कि खुदा हालेलुया मैं तेरे लिए भजन गाऊंगा, मैं तेरे लिए उस गीत गाऊंगा धन्यवादी हृदय के साथ। उस संघर्षों के बीच में भी परमेश्वर के लिए वो गीत गाने के लिए तैयार हो रहा है। ആമേൻ. എന്നാൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, ഈ സാഹചര്യത്തിലും ഞാൻ ക്ഷീണിച്ചു പോകുകയില്ല, നിരാശപ്പെടുവാൻ അനേക കാര്യങ്ങൾ ഉണ്ടായിട്ടും താൻ പറയുകയാണ്, എന്റെ മനം കൊണ്ട് ഞാൻ ദൈവത്തിന് കീർത്തനം പാടും. हालेलुया। उसके 8 और 9 आयतों को जल्दी से हम देखेंगे। 8-9 വാക്യങ്ങൾ. ഗിനെയാദ് എനിക്കുള്ളത്, മനശ്ശെയും എനിക്കുള്ളത്, എഫ്രയീം എന്റെ തലക്കോരുകയും യഹൂദ എന്റെ ചെങ്കോലുമാകുന്നു. മോവാബ് എനിക്ക് അഴുകുവാനുള്ള വട്ടക, ഏദോമിന്മേൽ ഞാൻ എന്റെ ചെരുപ്പ് എറിയും, ഫെലിസ്ത്യ ദേശത്തിന്മേൽ ഞാൻ ജയഘോഷം കൊള്ളും. हालेलुया। 9वीं आयत में हम ऐसे पढ़ते हैं, मोवाब इज माय वॉश बेसिन। हालेलुया। उन समयों में हालेलुया जब पैर धोना है ऐसा आजकल के टाइप टैप नहीं था, इसके लिए वॉश बेसिन में पानी लेकर आकर उसके अंदर पैर रख के पैर धोना पड़ता था। ആ കാലഘട്ടത്തിൽ പാദങ്ങൾ കഴുകുക എന്ന് പറയുന്നത് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളില്ല. അവർ ചെറിയൊരു കഴുകുന്ന വട്ടകയ്ക്കകത്ത് കാല് വെച്ച് അവർ കാല് കഴുകും. हालेलुया। और यहाँ पर मोवाब के बारे में कहता है कि हे मोवाब तुझे ऐसा लगता होगा कि तू जीत रहा है, तू जयवंत हो रहा है, लेकिन परमेश्वर मोवाब के बारे में कहता है कि तू तो मेरे पैर के नीचे आने वाला है। മോവാബ് ഒരു പക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ ജയിച്ചു വരികയാണ്, ഞാൻ ജയിക്കുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുക, മോവാബേ നീ അങ്ങനെ ചിന്തിക്കേണ്ട, നീ കേവലം എന്റെ കാൽ കഴുകുന്ന വട്ടക പോലെ മാത്രമേ ഉള്ളൂ. हालेलुया। आज यदि लग रहा होगा कि शत्रु जीत रहा है, हम टेंशन लेने का जरूरत नहीं है, परमेश्वर उस स्थितियों को बदलने वाला परमेश्वर ഒരു है। പക്ഷെ നാം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്റെ മേൽ ശത്രു ജയിച്ചു വരികയാണോ എന്ന്. എന്നാൽ ഭാരപ്പെടേണ്ട, ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. एदोम के बारे में कहता है कि हालेलुया एक चप्पल के समान है। उस समय के राजा है अपने चप्पल अलग राज्य की ओर फेंकते हैं, और यदि फेंका तो उसका अवकाश वो उठाने के लिए वो जरूर युद्ध में जीतने के लिए वे कोशिश करते थे। ഏദോമിനെ കുറിച്ച് പറയുകയാണ്, ഞാൻ എന്റെ ചെരുപ്പ് ആ ദേശത്തേക്ക് എറിയുമെന്ന്. അതിന്റെ അർത്ഥം ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർ യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ തങ്ങളുടെ ചെരുപ്പ് ആ ദേശത്തിന്മേൽ എറിയുമായിരുന്നു. അതിന്റെ അർത്ഥം ആ ദേശം ഞങ്ങൾക്ക് അവകാശമായി എന്നുള്ളതാണ്. हालेलुया। प्रेज द लॉर्ड। एदोम आपको लग रहा होगा कि आप जीत रहा है, लेकिन यदि परमेश्वर ने युद्ध लड़ने के लिए तैयार हो गया तो एदोम के ऊपर हमें जय देने वाला परमेश्वर है करके दाऊद वहां पर गीत गा रहा है। ദാവീദ് പാടുകയാണ്, ഏദോമേ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നീ ജയിച്ചു വരുന്നുവെന്ന്. എന്നാൽ ദൈവം ഞങ്ങൾക്ക് ജയം തരും, ഞങ്ങൾ നിന്റെ ദേശത്തെ കൈവശമാക്കും. अब उसके 6 आयत को हम देखेंगे। 6-ാമത്തെ വാക്യം. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളയണമേ. हालेलुया। खुदा आपका प्रियजन छुड़ाए जाने के लिए करके भजन संगीता लिखने वाला यहाँ पर कह रहा है। നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടണം. परमेश्वर का प्रियजन कौन है वो जानना बहुत जरूरी है। ദൈവത്തിന് പ്രിയമുള്ളവർ ആരാ? हालेलुया। प्रेज लॉर्ड। परमेश्वर की प्रियजन जानना है तो परमेश्वर की कैरेक्टर हम जानना बहुत जरूरी है। ദൈവത്തിന് പ്രിയമുള്ളവരെ നമ്മൾ അറിയണമെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ അറിയണം. और वो होने के लिए प्रेज लॉर्ड पौलुस हमें कुछ बातों को इफिसियों के पत्री उसके 5 अध्याय पहले आयत की ओर हमारे ध्यान वो लेकर आता है।
ആ കാര്യങ്ങളെ അറിയുവാനായി പൗലോസ് ചില കാര്യങ്ങൾ എഴുതുന്നുണ്ട്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതലുള്ള ഭാഗങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട്. आमीन पढ़ेंगे पहले 5 का 1. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. आमीन. प्रेज़ लॉर्ड. अपने प्रिय संतान के समान, प्रिय बेटे के समान परमेश्वर को इमिटेट करने के लिए यहाँ पर बताया गया है. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. हालेलुया. तो हमारा जिम्मेदारी ये है कि हम परमेश्वर को इमिटेट करना जरूरी है. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾക്ക് യേശുവിനെ അനുകരിപ്പാൻ കഴിയും. हालेलुया. हम इमिटेट करने का मतलब जानना बहुत जरूरी है. അനുകരിക്കുക എന്നതിന്റെ അർത്ഥം നമ്മൾ അറിയുക. हालेलुया. आजकल के बच्चे फिल्म एक्टर्स को इमिटेट करने के लिए कोशिश करते हैं. ഇന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ സിനിമാ നടന്മാരെ അഭിനയിക്കും. वो कैसा वस्त्र पहनते हैं, वो कैसा एक्ट करते हैं, वो कैसा फोन में बात करता है, वैसा वे इमिटेट करने के लिए कोशिश करते हैं. അവര് ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കാൻ, അവർ നടക്കുന്ന പോലെ നടക്കാൻ, സംസാരിക്കാൻ, ഫോൺ വിളിക്കാൻ എല്ലാം അവർ അതിനെ അനുകരിക്കും. पिछले दिन हमारे एक चर्च का एक अंकल वो हॉस्पिटल में एक सर्जरी के लिए एडमिट हुआ. ഞങ്ങളെ സഭയിലെ ഒരു അച്ഛൻ അഡ്മിറ്റ് ആണ് ഓപ്പറേഷന് വേണ്ടി. और मैं उन्हें मिलने के लिए वहां पर गया तो उनका डॉक्टर ये अचान को मिलने के लिए वो रूम में आया. താൻ അഡ്മിറ്റ് ആയിരുന്നു. തന്നെ കാണുവാൻ സന്ദർശിപ്പാൻ പോയ സമയത്ത് തന്റെ ഡോക്ടർ തന്നെ കാണാൻ മുറിയിൽ വന്നു. एक अलग टाइप का ड्रेस ये डॉक्टर ने पहना है. തന്റെ വസ്ത്രധാരണം വളരെ വ്യത്യസ്തമായിരുന്നു. मैंने सोचा कि कोई कंगाल व्यक्ति होगा, कोई गरीब व्यक्ति होगा. ഞാൻ വിചാരിച്ചു താൻ ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. वो डॉक्टर जाने के बाद में ये अचानक ने बोला, पास्टर आप गलतफहमी में नहीं देखना, वो जो पहना है वो एक शर्ट करीबन 20,000 का शर्ट है. ആ ഡോക്ടർ കടന്നു പോയതിനു ശേഷം ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, താൻ ഇട്ടിരിക്കുന്ന ആ ഒരു ഷർട്ടിന്റെ വില ഏകദേശം 20,000 രൂപയാണെന്ന്. हालेलुया. और कहता है कि ज़ारा का ब्रांड है. मतलब जो फिल्म एक्टर्स पहनते हैं वो ब्रांड ये डॉक्टर यूज कर रहा है. സാര करके जो कंपनी സാര കമ്പനിയുടെ ഫിലിം ആക്ടേഴ്സും സിനിമാ നടന്മാരും ഉപയോഗിക്കുന്ന വില കൂടിയ ഷർട്ടാണെന്ന് താൻ പറഞ്ഞു. मैंने बोला कि काफी जगह पे थोड़ा फटा फटा दिख रहा था. मैं सोचा कि कंगाल व्यक्ति है. ആ ഷർട്ടിന്റെ അവിടെയും ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു പാവപ്പെട്ട ഡോക്ടർ ആയിരിക്കും. लेकिन वो फिल्म एक्टर्स को इमिटेट करने का कोशिश कर रहा है और 20,000 देकर एक शर्ट पहनने का कोशिश कर रहा है. താൻ 20,000 രൂപ കൊടുത്ത് സിനിമാ നടന്മാരെ അഭിനയിക്കുവാൻ, അവരെ അനുകരിക്കാനുള്ള ശ്രമങ്ങളാണ്. हालेलुया. यहाँ पर पौलुस कहता है कि हम मसीह यीशु को इमिटेट करना बहुत जरूरी है. പൗലോസ് പറയുന്നത് നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കുക. हम प्रिय संतान बनने के लिए मसीह यीशु को हम इमिटेट करना जरूरी है. നമ്മൾ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുക. इफिसियों के पत्री 4 अध्याय उसके 31 और 32 आयतों को भी हम देखेंगे. 4-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങൾ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്ന എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. हालेलुया. यीशु को इमिटेट करने के लिए यहाँ पर पौलुस कुछ बातों को 31 और 32 आयतों में बताते हैं कि ये फलाना स्वभाव हमारे अंदर नहीं होना है. ദൈവത്തെ അനുകരിപ്പാനായിട്ട് പ്രാപ്തരാകേണ്ടതിന് പൗലോസ് ചില കാര്യങ്ങൾ 4-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ പറയുകയാണ്. ഈ വക കാര്യങ്ങളൊന്നും നിങ്ങളിൽ ഉണ്ടാകരുത്. वहां पर उस 4 अध्याय 31 में लिखा है कि बिटरनेस, उस कड़वापन के अनुभव हमारे जिंदगी में नहीं होना है. നമ്മുടെ ജീവിതത്തിൽ കയ്പുണ്ടാകരുതെന്ന് 31-ാം വാക്യം പറയുന്നു. क्रोध नहीं होना है. കോപം ഉണ്ടാകരുത്. ऐसे एक एक स्वभाव वहां पर यीशु के
कैरेक्टर हमारे अंदर होने के लिए पौलुस समझा कर दे रहा है। ഈ കാര്യങ്ങളെല്ലാം പൗലോസ് നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മൾ എങ്ങനെ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറണം. एक अच्छा उदाहरण मसीह यीशु खुद है। യേശു തന്നെ അതിനൊരു ഉദാഹരണമാണ്. यीशु को जब क्रूशीकरण के लिए लेकर जा रहा है, उसको काफी पीड़ाएं दे रहा है, उसके मुंह में थूक रहा है, उसके बाल खींच रहा है, सिर में कांटों का मुकुट लगा रहा है। सोचकर देखिएगा यीशु कितने दर्द से होकर गया है। യേശുവിനെ ക്രൂശിക്കുവാനായി കൊണ്ടുപോകുന്ന സമയത്ത് യേശുവിനെ അവർ ഒരുപാട് ഉപദ്രവിച്ചു. അവന്റെ മുഖത്ത് തുപ്പി അവന്റെ രോമങ്ങൾ പിഴുതു. അവൻ ഒരുപാട് തന്നെ ഉപദ്രവിച്ചിട്ടും ഉപദ്രവിക്കുവാനിടയായി. हालेलुया। और ये सारे पीड़ाएं होने के बावजूद भी यीशु अपने पिता से प्रार्थना कर रहा है कि खुदा तूने शिक्षा नहीं देना, तूने माफ कर दे, क्योंकि वे नहीं जानते हैं कि वे क्या कर रहा है। ഇതെല്ലാം ഇവർ യേശുവിനോട് ചെയ്തിട്ടും തന്റെ ക്രൂശീകരണ സമയത്ത് യേശു പിതാവിനോട് പറയുകയാണ്, ദൈവമേ അവരോട് കണക്കിടരുതേ, അവർ ചെയ്യുന്നത് അറിയാത്തത് കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. शायद पिता अपने क्रोध में इनके खिलाफ प्रेज लॉर्ड शिक्षा देंगे। बेटा यीशु जरूर जानता था, इसके लिए पुत्र यीशु कहता है कि खुदा तूने माफ कर दे। हालेलुया। क्योंकि वे नहीं जानते कि वे क्या कर रहा है। ഒരു പക്ഷേ ദൈവത്തിന്റെ കോപം ജ്വലിച്ചിട്ട് ഈ ജനത്തിന്റെ അകൃത്യത്തെ ദൈവം ശിക്ഷിക്കുമോ എന്ന് ഭയന്ന പുത്രനായ യേശു ദൈവത്തോട് പറയുക, ദൈവമേ അവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ അവരോട് ക്ഷമിക്കണം. यीशु के अंदर बिल्कुल कड़वापन नहीं है। യേശുവിന് അവരോട് യാതൊരു കയ്പുമില്ല. उनके खिलाफ बिल्कुल क्रोध नहीं है, गुस्सा नहीं है, किसी प्रकार की नफरत भी यीशु को उनके परे नहीं है। യേശുവിന് അവരോട് വെറുപ്പോ ദേഷ്യമോ യാതൊരു തരത്തിലുള്ള വേദനയും അവരോടില്ല. पौलुस कहता है कि वही यीशु को हम इमिटेट करने के लिए पौलुस याद दिला रहा है। പൗലോസ് പറയുന്നത് ആ യേശുവിനെ നമ്മൾ അനുകരിക്കണം. हालेलुया। यदि हमें किसी ने हाथ नहीं मिलाया तो उनका हालत हम खराब कर देते हैं। ആരെങ്കിലും നമ്മൾക്ക് കൈ തന്നില്ലെങ്കിൽ നമ്മൾ അവരുടെ കാര്യം തീരുമാനമാക്കും. चर्च में मिला, यदि जय मसीह की नहीं बोला तो फिर एक हफ्ता के लिए बातें नहीं करते हैं। നമ്മളെ സഭയിൽ വെച്ച് കണ്ടിട്ട് പ്രൈസ് ദി ലോർഡ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. हालेलुया। यदि प्रेज लॉर्ड अचानक से वो चल के जा रहा था, मुंह में थूक आया तो थूक लिया, वो कहेगा कि मुझे देखा इसके लिए उसने थूका है। ആ വ്യക്തി വെറുതെ വഴിയെ നടന്നു പോകുന്ന സമയത്ത് വായിൽ കഫം വന്നതുകൊണ്ട് തുപ്പിയതായിരിക്കും നമ്മൾ പറഞ്ഞുണ്ടാക്കും, എന്നെ കണ്ടതുകൊണ്ട് തന്നെയാ തുപ്പി. हालेलुया। और वो हम नफरत की ओर हम बदल देता है। നമ്മൾ അതിനെ പിന്നെ വെറുപ്പാക്കി മാറ്റും. हृदय के अंदर कड़वापन भर जाता है। മനസ്സിൽ കയ്പ് നിറയും. हालेलुया। लेकिन यीशु अपने शरीर में इतना पीड़ा है, ताड़नाएं सहने के बावजूद भी यीशु उनको माफ करने के लिए तैयार हो रहा है। എന്നാൽ യേശു സ്വന്തം ശരീരത്തിൽ ഇത്രയും കഷ്ടങ്ങളെല്ലാം അനുഭവിച്ചിട്ടും യേശു അവരോട് ക്ഷമിപ്പാനിടയാ. पौलुस कहता है कि वो यीशु को इमिटेट करना जरूरी है। പൗലോസ് പറയുക, ആ യേശുവിനെ നാം അനുകരിക്കണം. 5वें अध्याय उसके पहले आयत में हमने यही पढ़ा कि हम उसके प्रिय संतान बनने के लिए यीशु को इमिटेट करना जरूरी है। അതാണ് 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിക്കുക. As the beloved son, as beloved, परमेश्वर की प्रिय संतान के समान यीशु को इमिटेट करना जरूरी है। ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിക്കുക. दानियल की पुस्तक उसके 9 अध्याय उसके 23 आयत को जल्दी से हम देखेंगे। दानियल की पुस्तक उसके 9 अध्याय उसके 23 आयत। ദാനിയേൽ 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാതനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു, അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. दानियल के बारे में एक गवाही परमेश्वर खुद कहता है कि तू मेरा सबसे प्रिय है, इसके लिए तेरा जवाब ऑलरेडी मैंने भेज चुका था। ദാനിയേലിനെ കുറിച്ച് ദൈവം തന്നെ ഒരു സാക്ഷ്യം പറയുകയാണ്, നീ എനിക്ക് ഏറ്റവും പ്രിയനാണ്, അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. मुझे और आपको देखकर परमेश्वर यही गवाही बोलना चाहिए कि तू मेरा सबसे प्रिय बेटा है। നമ്മളെ ഓരോരുത്തരെയും നോക്കി ദൈവം ഇതായിരിക്കണം സാക്ഷ്യം
സാക്ഷ്യം പറയുന്നത് ഇവൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനും മകളുമാണ്. हालेलुया, मैं तेरे लिए जवाब इसके लिए भेज रहा हूं क्योंकि तूने मांगा है नहीं, बल्कि तू मेरा प्रिय बेटा है, तू मेरा प्रिय बेटी है, इसके लिए मैं तेरे लिए उस कार्यों को पूरा करके दे रहा हूं. നീ ചോദിച്ചതുകൊണ്ട് മാത്രമല്ല, നീ എനിക്ക് ഏറ്റവും പ്രിയനായത് കൊണ്ടാണ് ഞാൻ നീ പ്രാർത്ഥിച്ചതിന് മറുപടി നൽകിയത്. दानियल की पुस्तक उसके 10वें अध्याय उसके 11वें आयत भी हम जल्दी से देखेंगे. 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം കൂടെ നോക്കാം. അവൻ എന്നോട്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്ക, ഞാനിപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. हालेलुया, सबसे प्रिय बेटा करके दानियल को पुकार रहा है. ഏറ്റവും പ്രിയ പുരുഷനെ എന്ന് ദാനിയേലിനെ വിളിക്കുക. आपके बाइबल में लिखा है वैसा? നിങ്ങളുടെ വചനത്തിലൊക്കെ എഴുതിയിട്ടുണ്ടോ? हालेलुया, सबसे प्रिय हमें दानियल करके परमेश्वर से बुला रहा है. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ. हालेलुया, beloved means हालेलुया, I mean प्रिय व्यक्ति का अर्थ ये है the one who is fit for that. हालेलुया, वो व्यक्ति जो उसका योग्य है वो है उसका अर्थ. ഒരു വ്യക്തി പ്രിയ പുരുഷൻ അല്ലെങ്കിൽ പ്രിയം എന്നുള്ള വാക്കിന്റെ അർത്ഥം അതിന് യോഗ്യനായ വ്യക്തി എന്നുള്ളതാണ്. हालेलुया, एक जिम्मेदारी दे दिया, बोले अरे नहीं मुझे करने का मन नहीं है, वो उस कार्य के लिए वो फिट नहीं है. ഒരു വ്യക്തി എന്തൊരു കാര്യം ഏൽപ്പിച്ചാലും ഇല്ല എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു കാര്യത്തിൽ താൻ യോഗ്യനല്ല. आप करेंगे समझते हुए परमेश्वर आपको वो जिम्मेदारी दे रहा है. നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പും വിശ്വാസവും വെച്ചാണ് നിങ്ങളെ ഒരു ഉത്തരവാദിത്തം ദൈവം ഏൽപ്പിച്ചത്. परमेश्वर जानता है कि यू आर फिट फॉर दैट, इसके लिए परमेश्वर आपको चुन रहा है. നിങ്ങൾ അതിന് യോഗ്യരെന്ന് കണ്ടാണ് ദൈവം നിങ്ങളെ അതിനായി തിരഞ്ഞെടുത്തത്. लेकिन आप तो करना ही नहीं चाहता है, आप बोलते नहीं मुझे नहीं, पड़ोसी को चुन लो. എന്നാൽ നമ്മൾ പറയില്ല എനിക്ക് പറ്റത്തില്ല, അടുത്ത ആളിനെ എടുക്കുക. हालेलुया, मलयालम में कहते हैं अड़ियनिदा अड़ियने आयकणमे करके हम बोलते हैं. മലയാളത്തിൽ പറയാറുണ്ട് ഞാൻ I mean, मैं यहाँ हूँ बल्कि मेरा अलियन को भेज दो. I mean, परमेश्वर जब बुलाता है हम काफी बार ऐसे ही हम बोलते हैं. നമ്മളെ ദൈവം വിളിക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞു വിടുന്നവരാണ്. हालेलुया, वो नहीं है, बल्कि आप उसके लिए फिट है जानते हुए परमेश्वर आपको चुन रहा है. എന്നാൽ നമ്മളെ യോഗ്യരായി കണ്ട ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. हालेलुया, आपको दिया हुआ जिम्मेदारी आप खुद करना जरूरी है, क्योंकि आप उसके लिए योग्य है, तो ही आप परमेश्वर के सम्मुख बिलवड बन सकते हैं. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾക്കായി നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. നാം തന്നെ അത് ചെയ്യുന്നവരാണെങ്കിൽ ദൈവത്തിന് പ്രിയമുള്ളവരായി നമ്മൾ മാറും. I mean, एक घटना जल्दी से समझाकर मैं उस भाग को समाप्त करना चाहूंगा. ഒരു സംഭവം പറഞ്ഞ പെട്ടെന്ന് അവസാനിപ്പിക്കാം. दानियल की पुस्तक उसके 6 अध्याय उसके 20वें आयत जल्दी से हम देखेंगे. 6 अध्याय के 20वें आयत. ദാനിയേൽ 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം കൂടെ നമ്മൾക്ക് നോക്കാം. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. यहाँ पर दानियल को सिंह की गुफा में डालने वाला वो अनुभव को वहां पर पढ़ रहे हैं. ഇവിടെ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിടുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. सच में दानियल करके जब हम सुनते हैं, I mean, हमारे मन में सबसे पहला याद आता है सिंह के गुफा के बारे में. ദാനിയേൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് സിംഹത്തിന്റെ ഗുഹയാണ്. लेकिन सच में दानियल केवल एक ही रात वो सिंह के गुफा में पड़ा था. എന്നാൽ ദാനിയേൽ കേവലം ഒരു രാത്രി മാത്രമേ അവൻ സിംഹത്തിന്റെ കുഴിയിൽ കിടന്നുള്ളൂ. वो एक रात उसका चरित्र बदल देता है. എന്നാൽ ആ ഒരു രാത്രി അവന്റെ ചരിത്രം മാറി. हम बोलते हैं कि सिंह की गुफा नहीं चाहिए, लेकिन परमेश्वर यदि आपको वो अनुमति दे रहा है, आपका चरित्र परमेश्वर बदल सकता है. നമ്മൾ പറയുന്നത് നമ്മൾക്ക് അതൊന്നും വേണ്ട എന്നാ, പക്ഷെ ഒറ്റ രാത്രിയിലെ ഒരു അനുഭവം നമ്മുടെ ചരിത്രം മാറ്റി എഴുതും. हालेलुया, हम I mean, ऐसे मजाक में बोलते हैं कि जैसा सिंह के गुफा के बारे में हमें दानियल का नाम सुनते ही याद आता है, वैसा ही जब हम दफनाने के लिए जाते हैं जो भी I mean, व्यक्ति यदि पुरुष हो या स्त्री हो, हम कहते हैं कि हाँ दानियल तू जा करके I mean, उसे हम बोलकर भेजते हैं. ഈ ദാനിയേലിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ സിംഹത്തിന്റെ ഗുഹയുടെ കാര്യം ഓർമ്മ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദാനിയേലിനോട് പറഞ്ഞ വാക്യമാണ് നമ്മൾ മരിച്ച് അടക്കപ്പെടുന്ന വ്യക്തികളോട് ഹേ ദാനിയേലേ നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ വാചകങ്ങളാണ് നമ്മൾ ഈ വ്യക്തികളോട് പറയുന്നത്. हम पिछले एक परमेश्वर के दास हम दोनों मिलकर ऐसे मजाक में बोल रहे थे कि अचायन मरेगा तो भी दानियल बोलते हैं, अम्मा मरेगा तो भी हम दानियल करके बोलते हैं. ഒരു അച്ചായൻ തമാശയ്ക്ക് പറയുകയായിരുന്നു, ആര് മരിച്ചാലും
മരിച്ചാലും അച്ഛൻ മരിച്ചാലും അമ്മമ്മ മരിച്ചാലും എല്ലാം ഇത് തന്നെയാ പറയുന്നത്. हालेलुया। उनका नाम हमें तब तक क्या बुलाया जाता था वो बदल देता है, बोलता है कि हे दानियल तू जा करके हम उनको भूल के भेजते हैं। ചില ആളുകൾ അവരുടെ പേര് മറന്നു പോയിട്ട് ദാനിയേലേ നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അറിയാതെ പറയുന്നതായി കാണാം. यहाँ पर ये सिंह के गुफा के बारे में दानियल के हम जल्दी से हमें याद आता है। ഈ ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ സിംഹത്തിന്റെ ഗുഹയാണ് നമ്മൾക്ക് ഓർമ്മ വരുന്നത്. ये दानियल जिस सिंह के गुफा में गिर रहा है वहां का सिंह मनुष्य को उसका मांस खाने के लिए पसंद करने वाला सिंह के गुफा में इसको डाल रहा है। ഈ സിംഹം എന്ന് പറയുന്നത് മനുഷ്യനെ കിട്ടിയാൽ കടിച്ചു കീറുവാൻ ഇഷ്ടമുള്ള ഒരു മൃഗമാണ്. लेकिन जब सिंह के गुफा में गिर रहा है तब परमेश्वर ने स्वर्गीय दूतों को वहां पर भेजा। इसके लिए यह सिंह अपना मुंह भी नहीं खोल रहा है, उसको बिल्कुल भूख भी नहीं है। എന്നാൽ ഈ സിംഹക്കുഴിയിലേക്ക് ദാനിയേൽ വരുന്ന സമയത്ത് സിംഹത്തിന്റെ വായ ദൈവം അടച്ചു. അതിന് വിശപ്പുമില്ല, അതിന് ആഹാരവും വേണ്ട. मैं ऐसा विश्वास करता हूं कि ये घटना जब हो रहा है तो दानियल का उम्र करीबन 90 है, 90 इयर्स का उम्र है दानियल के जिंदगी में। ഈ സംഭവം നടക്കുന്ന സമയത്ത് ഏകദേശത്തെ കണക്കിൽ ദാനിയേലിന് ഒരു 90 വയസ്സ് പ്രായമുണ്ട്. और ये 90 साल का उम्र का व्यक्ति यदि ये गुफा के ऊपर से नीचे गिरना है, गिरते गिरते उसका पूरा हड्डी टूट जाएगा। എന്നാൽ ഈ 90 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി ഈ ഗുഹയ്ക്കകത്തേക്ക് എറിയപ്പെട്ടാൽ താൻ അവിടെ ചെല്ലുമ്പോഴേക്കും തന്റെ എല്ലുകളെല്ലാം ഒടിയും. क्योंकि वो जहां पर गिर रहा है वो चट्टान पर गिर रहा है, हड्डियां जरूर टूट सकता है। താൻ വീഴുന്നത് പാറപ്പുറത്തായതുകൊണ്ട് എല്ലുകൾ ഒടിയാൻ സാധ്യത. और 90 साल का उम्र सोचकर देखिएगा, उनका शरीर का प्रोटीन कम हुआ होगा, कैल्शियम कम हो गया होगा, बहुत से कमजोरी उनके शरीर में आया होगा। ആ 90 വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം തന്റെ ശരീരത്തിൽ എല്ലാ വിധത്തിലുള്ള പോഷണങ്ങളും കുറവായിരിക്കും. കാൽസ്യവും പ്രോട്ടീനും എല്ലാം കുറഞ്ഞു കാണും. अरे 40 साल का उम्र में यदि डॉक्टर को मिलने जाएगा तो डॉक्टर सबसे पहला कैल्शियम प्रोटीन सब चेक करवाते हैं और कहते हैं कि आपको फलाना चीज का कमी हुआ है। 40 വയസ്സുള്ളവർ ചെന്നാൽ തന്നെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയും പ്രോട്ടീനും കാൽഷ്യവും എല്ലാം കുറവാ, നിങ്ങൾ ഈ മരുന്നെല്ലാം കഴിക്കണം. 60 साल की उम्र है तो वो ऑलरेडी प्रोटीन और कैल्शियम का टैबलेट डॉक्टर शुरू कर देता है। 60 വയസ്സായാൽ പിന്നെ ഗുളിക എന്തായാലും എഴുതും. और 90 साल का उम्र का व्यक्ति के बारे में सोचो, यदि छोटा सा भी चोट काफी है उसका हड्डी टूटने के लिए। 90 വയസ്സുള്ളവരുടെ കാര്യം പിന്നെ പറയണോ, ചെറിയൊരു തട്ട് കിട്ടിയാൽ എല്ലോടിയും. हालेलुया। और वो फिर जुड़ेगा भी नहीं। അത് പിന്നെ യോജിക്കത്ത് പോലും. हालेलुया। ऐसे उम्र वाला दानियल यदि वो चट्टान पर आकर गिरना है तो हड्डियां टूट सकता है। അങ്ങനെ ഒരു ദാനിയേല് പാറപ്പുറത്ത് വീണാൽ അവന്റെ എല്ലുകൾ ഒടിഞ്ഞു പോകും. स्पोर्ट्स में आपने शायद देखा होगा कि जब हाई जंप और लॉन्ग जंप करते हैं वे आकर उड़ के जाकर जब नीचे गिरते हैं, नीचे बहुत ही ऊंचाई में कुछ बेड्स वे वहां पर अरेंज करके रखता है। നിങ്ങൾക്കറിയാം ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ മത്സരിക്കുന്ന വ്യക്തികൾ സ്പോർട്സിലാണെങ്കിൽ അവർ ചെന്ന് ചാടി വീഴുന്നത് നല്ല കട്ടിയുള്ള മെത്തയുടെ മണ്ടയ്ക്ക്. हालेलुया। यदि ऐसा कार्य वहां पर इंतजाम नहीं किया जाएगा, यदि वो आकर कंक्रीट में गिर रहा है तो वो सबसे लास्ट जंप होगा उनका जिंदगी में। അങ്ങനെ ഒരു തയ്യാറെടുപ്പ് അവിടെ ഇല്ലെങ്കിൽ ഈ ചാടി വന്ന് വീഴുന്നവർ കോൺക്രീറ്റിൽ വീണാൽ അവർ ഒടിഞ്ഞു പോകും. हालेलुया। उनका लास्ट जंप होगा, फिर वो कभी भी जंप कर नहीं पाएगा। അന്നത്തെ ചാട്ടം അവസാനത്തെ ചാട്ടമായിരിക്കും. इसके लिए वे वहां पर वो कुशन का अरेंजमेंट करके रखा है। അതുകൊണ്ടാണ് അവിടെ മെത്തകൾ അറേഞ്ച് ചെയ്തത്. मैं ऐसा विश्वास करता हूं कि दानियल जैसे ही गिरने वाला है, स्वर्गीय दूत आकर हर एक सिंह से कहता है कि जल्दी सब पास आ जाओ, नजदीक आ जाओ, दानियल गिरने वाला है, उनको एक कुशन इफेक्ट दे दो। और आकर वो सिंह के ऊपर आकर वो गिर रहा है। ഞാനിങ്ങനെ ഭാവനയിൽ ചിന്തിക്കുകയായിരുന്നു. ദാനിയേലിനെ ഇടുന്ന സമയത്ത് സ്വർഗത്തിലെ ദൂതൻ ചെന്നിട്ട് എല്ലാ സിംഹങ്ങളോടും പറഞ്ഞ് അടുത്തടുത്ത് നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക, മേളിൽ നിന്ന് വരുന്ന ദൈവദാസന് നല്ലൊരു കുഷിന്റെ പരുവത്തിൽ നിങ്ങൾ നിന്ന് തന്നെ വീഴാതെ പിടിക്കുക. बड़े आराम से वो लैंड करता है और वो पूरा रात उस सिंह के साथ समय बिताता है। ദാനിയേൽ വളരെ സേഫ് ആയിട്ട് അവിടെ ഇറങ്ങി താൻ ഒരു രാത്രി മുഴുവൻ അവിടെ കഴിച്ചു. हालेलुया। सिंह अपना मुंह भी नहीं खोलता है, डरा भी नहीं सकता है, क्योंकि स्वर्गीय दूत ने ऑलरेडी मना करके रखा है। ആ സിംഹത്തിന് വാ തുറക്കാനുള്ള അനുവാദമില്ല. അവനെ ഒന്ന് ഒച്ച വെച്ച് പേടിപ്പിക്കാൻ പോലുമുള്ള അനുവാദം അവർക്കില്ല. हालेलुया। और पूरा रात उस डनलप मेत्ता में वो बिस्तर में आराम से वो सो रहा है। ദാനിയേൽ അന്ന് രാത്രി മുഴുവനും അവിടെ സുഖകരമായി കിടന്നുറങ്ങി. हालेलुया। और यही सिंह अगले दिन जब उसका शत्रु आकर गिरता है, नीचे नहीं पहुंचा उससे पहले उसे खत्म कर देता है। എന്നാൽ അടുത്ത ദിവസം ഇതേ സിംഹം
സിംഹം അവന്റെ ശത്രുക്കളെ കടിച്ചു കീറി അവർ താഴെ എത്താൻ പോലുമുള്ള സമ്മതമുണ്ടായില്ല. आपको जहां पर परमेश्वर रखा है वहां पर बड़े बड़े सिंह होगा, लेकिन परमेश्वर का मुंह बंद करना है तो परमेश्वर का मुंह बंद कर देगा. നമ്മളെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ വലിയ കടിച്ചു കീറുന്ന സിംഹങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവൻ വായ തുറക്കാൻ പോലും ദൈവം अरे അനുവദിക്കുന്നില്ല. हम सोचते हैं कि बहुत लोगों को उन्होंने काटा है, बहुत लोगों को खत्म किया है, लेकिन परमेश्वर का वायदा यदि आपके ऊपर है तो वो सिंह का मुंह परमेश्वर बंद कर देगा. നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ സിംഹം ഇവൻ ഒരുപാട് പേരെ ഉപദ്രവിച്ചതാ, അവൻ ഭാരപ്പെടുത്തിയതാ, വിഷമിപ്പിച്ചതാ. പക്ഷേ അവൻ അവരെ വിഷമിപ്പിച്ച സിംഹത്തിന് നമ്മളെ അവൻ വിഷമിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല, അവന്റെ വായ അടയ്ക്കും. आमीन. वो सिंह ने बहुत लोगों को डराया है, बहुत लोगों को खत्म किया है, लेकिन परमेश्वर जब तक आपके साथ है आपको डरा भी नहीं सकता है, आपके खिलाफ वो षड्यंत्र रच भी नहीं सकता है. ആ സിംഹം ഒരുപാട് പേരെ ഭയപ്പെടുത്തിയതായിരിക്കാം, ഒരുപാട് പേരെ ഭാരപ്പെടുത്തിയതായിരിക്കാം. പക്ഷെ ദൈവത്തിന് പ്രിയമുള്ളവരാകിയാൽ ആമേൻ നിങ്ങളുടെ നേരെ ആ സിംഹം ഉപദ്രവിപ്പാൻ ദൈവം അനുവദിക്കുക. परमेश्वर आपको सही समय पर आमीन आपको संभाल सकता है. ദൈവം തക്ക സമയത്ത് നമ്മെ വിടുവിക്കും. वही है बिलवड का मतलब, मेरा प्रिय आमीन आमीन. दानियल करके परमेश्वर जब दानियल को पुकारता है, हालेलुया, उसका स्वभाव, उसका कैरेक्टर उस प्रकार का है, हम जानना जरूरी है. ദാനിയേലിനെ പ്രിയ പുരുഷ എന്ന് വിളിക്കുമ്പോൾ ദാനിയേലിന്റെ സ്വഭാവം അത്ര നല്ലതായിരുന്നു എന്ന് നാം അറിയണം. इंसान का काफी स्वभाव है कड़वापन की अनुभव, नफरत का अनुभव, गलत तरीके से हम बातों को देखते हैं, लेकिन पौलुस कहता है कि वैसा हम नहीं करना है, बल्कि हम यीशु को इमिटेट करने के लिए हमें परमेश्वर ने बुलाया है. മനുഷ്യ സ്വഭാവത്തിൽ കയ്പും വെറുപ്പും ദുഷ്ട സ്വഭാവങ്ങളും ഇരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, പൗലോസ് പറയുകയാണ്, നിങ്ങൾ അങ്ങനെയാകരുത്, ദൈവത്തെ പോലെ ദൈവത്തെ അനുകരിക്കുക. You are the beloved one. परमेश्वर के लिए आप बड़े खास व्यक्ति हैं, इसके लिए हम परमेश्वर का स्वभाव में चलना बहुत जरूरी है. നിങ്ങൾ ദൈവത്തിന് പ്രിയ പുരുഷരാകണമെങ്കിൽ ദൈവത്തെ അനുകരിക്കണം. आमीन. आपका अनुग्रह आपको परमेश्वर के करीब शायद नहीं लेकर आ सकता है, लेकिन आपका दर्द का समय, आपकी आंसू का समय आपको परमेश्वर के करीब जरूर लेकर आ सकता है. ഒരുപക്ഷെ നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം കൂടെ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കണമെന്ന് നിർബന്ധമില്ല, എന്നാൽ കഷ്ടതയും കരച്ചിലും നമ്മളെ ദൈവത്തോട് നിശ്ചയമായും അടുപ്പിക്കും. मेरे जिंदगी में मेरा अनुग्रह कभी भी मुझे परमेश्वर के करीब नहीं लाया है, बल्कि मेरा दर्द का समय मुझे मेरा परमेश्वर के करीब लेकर आया है. എന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എന്നെ അധികം ദൈവത്തോട് അടുപ്പിച്ചിട്ടില്ല, എന്റെ വേദനകളുടെ സമയമാണ് ദൈവത്തോട് അധികം അടുത്തത്. आपकी जिंदगी में आने वाला दर्द वो ऐसा ही नहीं आ रहा है, बल्कि परमेश्वर को आपके बारे में एक श्रेष्ठ उद्देश्य जरूर है. നമ്മുടെ വേദനകൾ വെറുതെയല്ല, ദൈവത്തിന് അതിന് പുറകിൽ ഒരു ശ്രേഷ്ഠകരമായ ഒരു പദ്ധതിയുണ്ട്. इस वचनों के द्वारा परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए, ऐसे अवसर और अनुमति दिया परमेश्वर के दासों को हृदय के गहराई से धन्यवाद देते हैं. परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए. गॉड ब्लेस यू ऑल. आमेन, आमेन, आमेन.